പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോഴുള്ളത് തിരുവനന്തപുരത്തെ നേപ്പിയർ മ്യൂസിയത്തിലാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന സുവോളജിക്കൽ ഗാർഡനുകളിൽ ഒന്നായ തിരുവനന്തപുരം മൃഗശാലയിലാണ് നേപ്പിയർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. തലസ്ഥാന നഗരിയിൽ തലയെടുപ്പോടെ നിൽക്കുന്ന ഈ മ്യൂസിയം മന്ദിരം 1880 സ്ഥാപിതമായത്. 1857 അന്നത്തെ തിരുവിതാംകൂർ മഹാരാജാവായ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്താണ് മ്യൂസിയത്തിന്റെ തുടക്കം. പുരാവസ്തുക്കൾ സൂക്ഷിക്കുന്നതിനുള്ള സ്ഥലപരിമിതി മൂലം 1874 പഴയ കെട്ടിടം പൊളിച്ച് പുതിയ കെട്ടിടം നിർമ്മിച്ചത് ആയില്യം തിരുനാൾ മഹാരാജാവിന്റെ കാലത്തായിരുന്നു. ബ്രിട്ടീഷുകാരനായ റോബർട്ട് ചിഷോമാണ് ഈ മ്യൂസിയത്തിന്റെ വാസ്തുശില്പി. ഗോഥിക് ശൈലിക്ക് പുറമെ ഇന്ത്യൻ, ചൈനീസ്, മുഗൾ തുടങ്ങിയ വാസ്തുവിദ്യകളും കേരളീയ തച്ചുശാസ്ത്രവും സമന്വയിപ്പിച്ചാണ് മ്യൂസിയം നിർമ്മാണം നടത്തിയിരിക്കുന്നത്. അന്നത്തെ മദ്രാസ് ഗവർണറായ ഫ്രാൻസിസ് നേപ്പിയറിനോടുള്ള ആദര സൂചകമായിട്ടാണ് മ്യൂസിയത്തിന് നേപ്പിയർ മ്യൂസിയം എന്ന പേര് നൽകിയത്. ഏകദേശം 55 ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മൃഗശാല വളപ്പിനുള്ളിലാണ് ഈ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. ഓടുപാകിയ ചരിഞ്ഞ മേൽക്കൂരകളും പുറത്തേക്ക് തള്ളി നിൽക്കുന്ന രീതിയിലുള്ള ജനാലകളും അന്നത്തെ വാസ്തുവിദ്യയുടെ നൈപുണ്യം വെളിവാക്കുന്നതാണ്. പ്രധാന മന്ദിരത്തോട് ചേർന്ന് ഇടത്തോട്ടും വലത്തോട്ടും തെക്ക് വടക്ക് ദിശകളിലായി നീണ്ടുകിടക്കുന്ന രീതിയിലാണ് മ്യൂസിയത്തിന്റെ നിർമ്മാണം. വിശാലമായ പൂന്തോട്ടത്തിന് നടുവിൽ തലയെടുപ്പോടെയാണ് ഈ കെട്ടിടം നിലകൊള്ളുന്നത്. പണ്ടെങ്ങും സ്ഥാപിച്ചിട്ടുള്ള പീരങ്കിയും ഇവിടെ കാണാം. അന്നത്തെ കാലത്ത് പണികഴിപ്പിച്ചതെന്ന് കരുതുന്ന ഫൗണ്ടനും തൊട്ടടുത്തായി ഇറ്റാലിയൻ മാർബിളിൽ തീർത്ത 2 സിംഹങ്ങളുടെ പ്രതിമയും കടന്ന് പടവുകൾ കയറി പോകുമ്പോഴാണ് മ്യൂസിയത്തിന്റെ പ്രധാന പ്രവേശന കവാടം. ഇവിടെ വടക്കു ഭാഗത്തായാണ് ടിക്കറ്റ് കൗണ്ടർ. 20 രൂപയാണ് ടിക്കറ്റ് ചാർജ്. 15 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഞായറാഴ്ചകളിൽ ഇവിടെ പ്രവേശനം സൗജന്യമാണ്. രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 4:30 വരെയാണ് പ്രവേശന സമയം. ഇനി നമുക്ക് മ്യൂസിയത്തിനകത്തേക്ക് കയറാം. ഇതിനകത്ത് വീഡിയോ എടുക്കാൻ അനുവാദമില്ല. ഓരോന്നിന്റെയും ഫോട്ടോ എടുക്കാൻ കഴിയും. ഇതിനകത്തുള്ള ഓരോ വസ്തുക്കളുടെയും ചരിത്രം അറിയാൻ നേപ്പിയർ മ്യൂസിയം എന്ന ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഓരോ പ്രദർശന വസ്തുവിന് മുന്നിൽ വച്ചിട്ടുള്ള ഡിവൈസിൽ സ്കാൻ ചെയ്താൽ മതി. ലോഹത്തിലും കല്ലിലും തടിയിലും മാർബിളിലും തീർത്ത പൗരാണിക ഇന്ത്യയിലെ അനേകം പ്രതിമകൾ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രാചീന കേരളത്തിലെ ശില്പങ്ങളാണ് ഇവയിലേറെയും.
ആനക്കൊമ്പിൽ തീർത്ത നിരവധി ശില്പങ്ങൾ ഇവിടെയുണ്ട്. പത്മനാഭപുരത്ത് നിന്നും കൊണ്ടുവന്ന ഒരു രഥവും ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ തടിയിൽ തീർത്ത ഒരു മാതൃകയും നമുക്കിവിടെ കാണാം. സ്വാതി തിരുനാളിന്റെ കാലത്ത് നിർമ്മിച്ച പുഷ്പക വിമാനം എന്ന രഥമാണിത്. ഇങ്ങനെയുള്ള 550ഓളം പ്രദർശന വസ്തുക്കളാണ് ഇവിടെയുള്ളത്. മ്യൂസിയത്തിനുള്ളിലെ മച്ചിലെ അലങ്കാരപ്പണികളും സവിശേഷതയുള്ളതാണ്. കൊത്തുപണികളോടുകൂടിയ മച്ചും കടും നിറങ്ങളിലെ ചില്ലുകൾ പതിപ്പിച്ച ജനാലകളും ഇവിടത്തെ പ്രത്യേകതയാണ്. ഇൻഡോ സാരസൈനിക് ശൈലി നിർമ്മിച്ചതിനാൽ പ്രകൃതിദത്തമായ വെളിച്ചവും വായുസഞ്ചാരവും യഥേഷ്ടം കെട്ടിടത്തിനുള്ളിലേക്ക് ലഭിക്കുന്നുണ്ട്. ചരിത്ര സ്മാരകവും പൗരാണികതയും ഇഷ്ടപ്പെടുന്നവർക്ക് ആസ്വദിക്കാൻ ഏറെയുള്ള ഒരു സ്ഥലമാണ് തിരുവനന്തപുരത്തുള്ള ഈ നേപ്പിയർ മ്യൂസിയം.